സമരിയായിൽ അഹാബ് രാജാവിൻ്റെ ഭരണവർഷം സബൂലിൻ്റെ 450 പ്രവാചക ഗണങ്ങൾ സമരിയായെ അന്ധവിശ്വാസത്തിലേക്കും മന്ത്രവാദത്തിലേക്കും തള്ളിവിടുന്നു. വ്യാജ പ്രവാചകരിൽ നിന്ന് സമരിയായെ രക്ഷിക്കാൻ ഗിലയാദിലെ തിഷ്ബയിൽ നിന്നുമുള്ള ഏലിയായെ ദൈവം തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യുന്നു. ഏലിയ സമരിയായിൽ കത്തുന്ന അഗ്നിയായി മാറി. ഏലിയ പ്രവാചകൻ. ഗിലയാദിലെ തിഷ്ബയിൽ നിന്നുള്ള ഏലിയ. എന്റെ ദൈവമേ, ആകാശവും ഭൂമിയും പല ജീവജാലങ്ങളെയും സൃഷ്ടിച്ച ദൈവമേ, അങ്ങയുടെ ദാസൻ ഇവിടത്തെ മുമ്പിൽ നമിക്കുന്നു. അന്ധവിശ്വാസത്തിന്റെ തിമിരം ബാധിച്ച സമരിയായിൽ സത്യദൈവത്തിന് സാക്ഷ്യം നൽകാൻ ഞാൻ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇതെന്തൊരു അത്ഭുതമാണ്! പാറക്കൂട്ടങ്ങൾക്ക് തീ പിടിച്ചിരിക്കുന്നു. ബാൽദേവൻ പാറക്കൂട്ടങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെട്ടതാവാം. എന്റെ ജനമേ, നിങ്ങൾ അനുതാപത്തിന്റെ ചാക്കുടുക്കുവിൻ. അന്യ ദൈവാരാധന എത്ര വലിയ മാരക പാപമാണെന്ന് തിരിച്ചറിയുവിൻ. ബാൽദേവനെതിരെ ശബ്ദമുയർന്നത് കണ്ടില്ലേ? നീ ആരാണ്? ഞാൻ ഏലിയ, സത്യദൈവം തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത ഏലിയ പ്രവാചകൻ. ഉച്ചവയിൽ തലക്കടിച്ച് ഇവന് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. ഇവന്റെ വാക്ക് ശ്രവിച്ച നമ്മുടെ ശിരസ് പൊട്ടിത്തെറിക്കട്ടെ. സമരിയാദിവാസികളെ, സമരിയായുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്നു. സമരിയായുടെ ഗോതമ്പ് വയലുകൾ നമ്മെ മാടി വിളിക്കുന്നു. സമരിയാക്കിന്ന് വിളവെടുപ്പ് മഹോത്സവം. സമരിയായുടെ അധികാരി സർവശക്തൻ ആഹാബ് രാജാവിന് ദീർഘായുസ്സും സർവമഹത്വവും നേരുന്നു. ബാൽദേവന്റെ അനുഗ്രഹം കൊണ്ട് കഴിഞ്ഞൊരു വർഷക്കാലം നമുക്ക് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും കാലമായിരുന്നു. പ്രഭോ, ബാൽദേവനുള്ള നവദിന പൂജകൾ ആരംഭിക്കണമെന്ന് നേർച്ചകളും കാഴ്ചകളും സ്വീകരിച്ചാൽ പിന്നെ ബാൽദേവൻ നമ്മുടെ ദേശത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ഒബാദിയ, ഇന്നു തന്നെ ബാലിന്റെ പ്രവാചക ഗണത്തെ ആളയച്ചു വിളിപ്പിക്കണം. 4 ദിക്കിന്റെയും 7 കടലിന്റെയും അധിപനായ ബെൽസബൂൽ, ഞങ്ങളുടെ കറുത്ത ധൂമങ്ങൾ അങ്ങയുടെ നാസികയിലേക്ക് ഇരച്ചു കയറട്ടെ. കൊതിനായ ബെൽസബൂൽ, അങ്ങയുടെ പ്രധാന പ്രവാചകനായ അൽദിമിയോസ് അർപ്പിച്ച കുരുതികൾക്കും നേർച്ചകൾക്കും പകരമായി കഴിഞ്ഞ ഒരു വർഷക്കാലം സമരിയായി അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിച്ചു. 4 ദിക്കുകളും നോക്കി ബാലിന്റെ നാമത്തിൽ നാം ആണയിട്ട് പറയുന്നു, വരും വർഷവും സമരിയായിക്ക് സമൃദ്ധിയുടെ കാലമായിരിക്കും. രാജപ്രവാചകന്മാരെ, ഗിലെയാദിൽ നിന്നുള്ള ഏലിയ, നിങ്ങളുടെ മന്ത്രങ്ങൾ കേൾക്കാൻ ബാലിന് കാതുകളില്ല. നിങ്ങളുടെ ധൂമങ്ങൾ ശ്വസിക്കാൻ ബാലിന് നാസികയില്ല. ബാൽ കേവലം ഒരു കരിങ്കൽ പ്രതിഭയാണ്. ബാലിനെതിരെ സംസാരിക്കാൻ ആരാണ് നിനക്ക് അധികാരം നൽകിയത്? ഇവന്റെ നാവ് പിഴുത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കണം. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ഏലിയ പ്രവചിക്കുന്നു, വരും വർഷം സമരിയായിക്ക് മഴ ലഭിക്കില്ല. ബാലും ബാലിന്റെ പ്രവാചക ഗണവും നാടുകടത്തപ്പെടും. ബാലും ബാലിന്റെ പ്രവാചക ഗണവും നാടുകടത്തപ്പെടും. ബെൽസബൂൽ, ബാലിനെതിരെ ശബ്ദമുയർത്തിയ നിന്നെ മഴ പെയ്യുന്ന ആദ്യ ദിനം തന്നെ ബാലിന് ബലി നൽകും. ഇത് ബാലിന്റെ പ്രധാന പ്രവാചകൻ അൽദിമിയോസിന്റെ ശപഥം. ബാലും ബാലിന്റെ പ്രവാചക ഗണവും നാടുകടത്തപ്പെടും. പ്രഭു, ഇവൻ നാടിന് ആപത്താണ്. ബാലിനെതിരെയും രാജാവിനെതിരെയും ദ്രോഹം ചെയ്ത ഏലിയായെ പിടിച്ചുകെട്ടി വിചാരണ സംഘത്തിന് മുമ്പിൽ കൊണ്ടുവരുവാൻ നാം കൽപ്പിക്കുന്നു. ബാലിന്റെ 450 പ്രവാചകന്മാരും സമരിയായിൽ കടുത്ത പൂജാകർമ്മങ്ങളിലായിരിക്കും. ബാലിനാണോ ഏലിയായുടെ ദൈവത്തിനാണോ ശക്തിയെന്ന് നമുക്ക് കാണാം. ഏലിയായുടെ പ്രവചനം കത്തിജ്വലിക്കുന്ന വേനലായി സമരിയായിൽ ആഞ്ഞുവീശി. ഭക്ഷണവും ദാഹജലവും ലഭിക്കാതെ ജന്തുജീവജാലങ്ങൾ ചത്തൊടുങ്ങി. സമരിയായിലെ ജനം രാജാവായ ആഹാബിനെതിരെയും
ബാലിന്റെ പ്രവാചകന്മാർക്കെതിരെയും പഴിചാരി. ബാൽ, ഞങ്ങളുടെ ദുരിതങ്ങൾ കാണുവാൻ നിനക്ക് കണ്ണുകളില്ലേ? നിത്യവും നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങളോട് എന്തിനേ ക്രൂരത? കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല. ദാഹജലം കിട്ടാതെ ഞങ്ങളിപ്പോ മരിക്കും. എവിടെ സമരിയയുടെ രാജാവ്? ഞങ്ങൾ അനുഭവിക്കുന്ന ഈ ദുരിതങ്ങൾ അങ്ങ് കാണുന്നില്ലേ? എന്റെ മക്കൾ ദാഹജലം കിട്ടാതെ മരിച്ചു. ഞാനും എന്റെ മക്കളുടെ അടുത്തേക്ക് പോകുന്നു. നമുക്ക് ജീവൻ നിലനിർത്താൻ ഈ ശവങ്ങൾ കീറിഭക്ഷിക്കാം. എന്റെ ഉറ്റവരെയും ഉടയവരെയും ഭക്ഷിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. ഇതിലും ഭേദം നമുക്കൊരുമിച്ച് മരിക്കാം. ഈ കാഴ്ചകൾ എന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാനാവുന്നില്ല. സമരിയ, നീ ഒരു ശവപ്പറമ്പായി മാറിക്കഴിഞ്ഞു. എവിടെ ബാലിന്റെ പ്രവാചക ഗണങ്ങൾ? നിങ്ങൾ ദിക്കു നോക്കി പ്രവചിച്ചപ്പോൾ ഈ ദുരിതങ്ങൾ കണ്ടില്ലേ? പ്രഭു, ഈ ദുരിതങ്ങൾക്ക് ബാലും ബാലിന്റെ പ്രവാചക ഗണങ്ങളും എന്ത് വിളിച്ചു? നിർത്ത്! നാടിന് സമൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയല്ലേ ഞാൻ സമരിയായിൽ ക്ഷേത്രം പണികഴിപ്പിച്ചത്? അങ്ങനെ പോയാൽ ഞാൻ പ്രജകളില്ലാത്ത മരുഭൂമിയുടെ അധിപനാകും. പ്രതിവിധി എനിക്കറിയാം. ഇത് ഏലിയായുടെ ശാപമാണ്. ഒബാദിയ, സമരിയായുടെ 4 അതിർത്തികളിലേക്കും ആളയക്കുക. ഏലിയ എവിടെയായിരുന്നാലും കണ്ടുപിടിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരിക. ദൈവമേ, എന്റെ വാക്കുകൾ അങ്ങ് പ്രവൃത്തി കൊണ്ട് സ്ഥിരീകരിച്ചു. സമരിയ നിവാസികളെ സത്യവിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ അങ്ങ് ഈ എളിയ ദാസനെ അനുഗ്രഹിക്കണേ. ഈ വരൾച്ചയുടെ കാലത്ത് നിനക്ക് കുടിക്കാൻ ജോർദാന്റെ തീരത്തുള്ള കെറിത്ത് അരുവിയിൽ മാത്രം ജലം അവശേഷിക്കും. നിനക്ക് ഭക്ഷിക്കാൻ കാക്കകൾ അപ്പം കൊണ്ടുവരും. നിനക്ക് ഭക്ഷിക്കാൻ വിധവയുടെ മൺകലത്തിൽ വറ്റാത്ത മാവും. ഏലിയ, സമരിയ മുഴുവൻ അങ്ങയെ തേടി നടന്നു. അങ്ങ് സമരയ്ക്ക് ശാപത്തിൽ നിന്നും മോചനം നൽകണം. ഒബാദിയ, അന്യദേവാരാധന ഉപേക്ഷിക്കാതെ സമരിയായിക്ക് മഴ ലഭിക്കില്ല. നീ ഇസ്രായേൽ ജനത്തെ മുഴുവൻ കാർമൽ മലയിൽ വിളിച്ചു കൂട്ടുക. ഇസബൽ തീറ്റിപ്പോറ്റുന്ന 450 പ്രവാചകന്മാരെയും. കാർമൽ മലയിൽ എന്ത് ഇന്ദ്രജാലം കാണിക്കാനാ ഏലിയയുടെ പുറപ്പാട്? കുഷായ്, ഏലിയ അങ്ങയുടെ ശാപമാണ് സമരിയായിക്ക് ഈ ഗതി വരുത്തിയത്. സമരിയായെ രക്ഷിക്കാൻ ഈ ഞാൻ എന്തു ചെയ്യണം? നിങ്ങൾ എത്ര നാൾ 2 വഞ്ചിയിൽ കാൽ വയ്ക്കും? ആഹാബ്, അങ്ങ് ഞങ്ങൾക്ക് 2 കാളകളെ തരുവിൻ. ഒന്നിനെ ബാലിന്റെ പ്രവാചകർ കഷ്ണങ്ങളാക്കി വിറകിൽ വെക്കട്ടെ. തീ കൊളുത്തരുത്. മറ്റേതിനെ ഞാനും ഒരുക്കി വിറകിൽ വെക്കാം. ഞാനും തീ കൊളുത്തുകയില്ല. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിന്റെ നാമം വിളിച്ച് അപേക്ഷിക്കുവിൻ. അഗ്നി അയച്ച് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമായിരിക്കും യഥാർത്ഥ ദൈവം. സമരിയായുടെ രക്ഷയ്ക്ക് ഇത്തരമൊരു പരീക്ഷണത്തിന് ഞാൻ തയ്യാറാണ്. ഇടിമുഴക്കത്തിന്റെ ദേവനായ ബെൽസബൂൽ, അങ്ങയുടെ പ്രവാചകഗണം അങ്ങയ്ക്ക് മുമ്പിൽ ശിരസ് നമിക്കുന്നു. ആകാശത്തു നിന്നും അഗ്നി അയച്ച് ഈ ബലിവസ്തുവിനെ സ്വീകരിച്ചാലും. പ്രഭാതം മുതൽ സായാഹ്നം വരെ പ്രാർത്ഥിച്ചിട്ട് ബാൽ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടില്ല. ഉറക്കെ നിലവിളിക്ക്. ഒരുപക്ഷെ ബാൽ സായാഹ്ന സവാരിക്ക് പോയിരിക്കും. ബെൽസബൂൽ! അബ്രാഹത്തിന്റെയും
ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവേ, ഒരു ദേശത്തെ അന്ധവിശ്വാസത്തിൽ നിന്നും രക്ഷിക്കാൻ ഈ ബലിവസ്തുവിനെ സ്വീകരിച്ചാലും. ഇസ്രായേലിന്റെ ദൈവം ഏലിയായുടെ ദൈവമായ കർത്താവാണ്. ബാലിന്റെ വിഗ്രഹങ്ങൾ തച്ചുടയ്ക്കണം. അവന്റെ പ്രവാചകഗണത്തെ പിടിച്ച് നാട് കടത്തണം. അവന്റെ പ്രവാചകനെ പിടിക്ക്. ഇവനെ കൊണ്ടുപോയി കൊല്ലണം. ഇവനെ കൊണ്ടുപോയി കൊല്ലുക. ഹേയ് സമരിയ, സത്യദൈവത്തെ തിരിച്ചറിഞ്ഞ നിന്നെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കും. സമരിയായിലെ അന്ധവിശ്വാസത്തിന്റെ കറകൾ കഴുകി വെളുപ്പിക്കട്ടെ.